കോപ്പി ബ്ലോക്ക് എങ്ങനെ ഉപയോഗിക്കുന്നത് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഈ കോപ്പി ബ്ലോക്ക് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ പേര് ഒറിജിനലായിട്ട് നമ്മൾ മൈൻക്രാഫ്റ്റ് സ്ട്രക്ചർ ബ്ലോക്ക് എന്നാണ് പറയുന്നത്. അതിപ്പോൾ യൂസ് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയൊരു ബിൽഡിംഗ് ആയാലും അത് കോപ്പി ചെയ്ത് അതേ കണക്ക് അതിൻ്റെ തൊട്ടപ്പുറത്ത് എവിടെയാണെങ്കിലും നമുക്ക് ആ ബിൽഡിംഗ് സെയിമായിട്ട് ചെയ്യാൻ കഴിയും. ഇതേപോലെ നമ്മൾ കമാൻഡ് എടുത്തിട്ട് ഗീവ് സ്ട്രക്ചർ ബ്ലോക്ക് എന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതേ കണക്ക് സ്ട്രക്ചർ ബ്ലോക്ക് കിട്ടുന്നതായിരിക്കും. ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ സ്ട്രക്ചർ ബ്ലോക്ക് എന്ന്. അപ്പോൾ നിങ്ങൾ അടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സ്ട്രക്ചർ ബ്ലോക്ക് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇതേ കണക്കായിരിക്കും സ്ട്രക്ചർ ബ്ലോക്ക് കാണാൻ ഉണ്ടാവുക. അപ്പം ഈ സ്ട്രക്ചർ ബ്ലോക്ക് കണ്ടേ, ഇതാണ് സ്ട്രക്ചർ ബ്ലോക്ക്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇട്ട് കാണിച്ചത് ഇതാണ് സ്ട്രക്ചർ ബ്ലോക്ക്. ഇനി നമുക്ക് ഇതിൻ്റെ യൂസ് നോക്കാം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതേ കണക്ക് നമുക്ക് വെക്കുമ്പോൾ ഇതേ കണക്ക് 4 സൈഡിലും വര കണക്കൊക്കെ വരും. അതായിരിക്കും നമ്മൾ എത്ര ബിൽഡിങ്ങിൻ്റെ അളവൊക്കെ നോക്കുന്നത്. നമ്മൾ ഇതേ കണക്ക് പൊക്കത്ത് ഇപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യണമെങ്കിൽ ഒരു സ്ഥലം ഇപ്പോൾ മലയൊക്കെ നിരപ്പാക്കണമെങ്കിൽ കണക്ക് പൊക്കത്ത് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ഫുൾ റേഞ്ച് എന്ന് പറയുകയാണെങ്കിൽ 64 ആ -1 മാറ്റി 0 ആക്കിയിട്ട് സൈഡിൽ കൊടുത്തേക്കുന്ന എല്ലാം നമ്മൾ എന്ത് ചെയ്യണം 64 എന്നുള്ളത് കൊടുക്കണം. 64 ഇത് എത്ര വേണമെങ്കിലും അടിക്കാൻ പറ്റും. പക്ഷേ അത് നമ്മൾ അത്ര അടിക്കേണ്ട ആവശ്യമില്ല. 64 മൊത്തത്തോടെ അടിക്കേണ്ടുള്ളത്. അതില്ലേ ഇത് കണക്ക് നമ്മളെല്ലാം 64 അടിക്കണം. 64 ഇതാണ് അതിൻ്റെ മാക്സിമം ആയിട്ടുള്ള റേഞ്ച് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു മലയാണെങ്കിൽ തന്നെ ആ മല മൊത്തം ക്ലീൻ ആവും. നമുക്ക് വെട്ടി നോക്കാം. ഈ മാപ്പ് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ക്യാമറ കാണാക്കും. അതിനകത്ത് എവിടെയെങ്കിലും പോച്ച വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ ക്ലീൻ ആക്കുന്ന സമയത്ത് ആ പോച്ച ആ സ്ഥലത്ത് കാണും. അതുകൊണ്ട് ആ പോച്ചയൊക്കെ വെട്ടണം. ഇതിനകത്ത് ഒന്നും കാണാൻ പാടില്ല നോക്കുമ്പോൾ. അപ്പോൾ അത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇനി നമുക്ക് ഇതിന് ഈ മാപ്പിന് നെയിം ഇടണം. അത് ആ നെയിം അടിച്ചു കൊടുക്കുമ്പോഴായിരിക്കും പിന്നെ നമ്മൾ ക്ലീൻ ആവത്തുള്ളൂ. അത് സേവ് ചെയ്ത് വെക്കുക. നമുക്ക് ഈ കട്ട പൊട്ടി കളയാന്നേ ഉള്ളൂ. ഇനി ഈ കട്ടയുടെ ഉപയോഗമില്ല. നമ്മൾ വേറെ സ്ഥലത്ത് പോയിട്ട് കാണിച്ചു തരാം. നിങ്ങൾക്ക് ക്ലീൻ ആക്കുന്ന എങ്ങനെയാണെന്ന് ചോദിക്കണം. ഇപ്പോൾ ഈ സ്ഥലം മൊത്തം ഒന്ന് ക്ലീൻ ആക്കുന്ന ട്രിപ്പ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ആംഗിൾ മാറ്റാം. ആംഗിൾ മാറ്റണമെങ്കിൽ ഇത് കണക്ക് കുറേ മോഡുണ്ട്. നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത് കണക്ക് നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത മോഡ് ഇപ്പോൾ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ സേവ് ചെയ്യലും ലോഡ് ഇട്ടിട്ട് അടിച്ചു കൊടുക്കാവും. നമുക്ക് ഇത്രയും പ്ലേസ് വേണമെങ്കിൽ ഇത്ര പ്ലേസ് ആയിരിക്കും പോകുന്നത്. നമുക്ക് ഈ റൊട്ടേഷൻ മോഡിൽ നിൽക്കുകയാണെങ്കിൽ റൊട്ടേഷൻ നമ്മളെ ചുറ്റും തിരിഞ്ഞ് തിരിഞ്ഞായിരിക്കും വരും. നമ്മളെ ഫ്രണ്ടിലുള്ള ആയിരിക്കും ആദ്യം, പിന്നെ ബാക്കിൽ അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് കണക്ക് ഇപ്പം നമുക്ക് കണ്ടല്ലോ. ഇത് കണക്ക് നമുക്ക് ഒരു മല തന്നെ നമുക്ക് കട്ട് ചെയ്ത് കളയാക്കും. നമുക്ക് എളുപ്പമായിരിക്കും. നമുക്ക് വീടൊക്കെ ക്രാഫ്റ്റ് ചെയ്യാം. കണക്ക് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. ഇത്രയും നമ്മൾ ക്ലീൻ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇരുന്ന സ്ട്രക്ചർ ബ്ലോക്ക് ഇപ്പം വേറെ സൈഡിലോട്ട് ഇവിടെ ഇരുന്ന സ്ട്രക്ചർ ബ്ലോക്ക് ഇപ്പോൾ ആ സൈഡിലോട്ടായിട്ട് പോയിട്ടുണ്ട്. ഇങ്ങനെയാണ് സ്ട്രക്ചർ ബ്ലോക്കിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. ഇതേ കണക്ക് നിങ്ങൾക്ക് വീട് കോപ്പി ചെയ്യാം. ഇപ്പോൾ ഞാൻ ഏറി നിന്നിട്ടാണ് ഇത് ചെയ്തത്. നമ്മളിപ്പം ഈ ബ്ലോക്ക് എന്ന് പറയുന്നത് ബിൽഡിങ്ങിൻ്റെ ഇത് വെക്കുമ്പോൾ ബിൽഡിങ്ങിൻ്റെ അകത്ത് വരുവാണെങ്കിൽ അത് സേവ് ചെയ്യണം. എന്നിട്ട് ഒരു പേര് എടുത്തിട്ട് നിങ്ങൾ ഇതാണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.